നോക്കൂ, അടൂർ പ്രകാശും UDF ചെയർമാൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ചുമതലപ്പെടുത്തിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലയും ഇപ്പോൾ KPCC പ്രസിഡന്റും UDF ചെയർമാനും ആയിട്ട് ഒരുമിച്ച് ചെയ്യുകയാണ്. AP അനിൽകുമാറിനോടൊപ്പം അവിടെ കോൺഗ്രസ് നേതാക്കളാണ് ആ തീരുമാനം എടുക്കുന്നത്. UDF ചെയർമാൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് UDF ചെയർമാൻ അക്കാര്യം പറയാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് അൻവറിന്റെ പിടിവാശിയാണ്, അൻവറിന്റെ പരമാബദ്ധങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളതാണ് ഞാനിത് പറയാൻ പോകുന്നത്. ആദ്യം ഞാനൊരു കണക്ക് പറയാം. അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ള ശക്തി എത്രത്തോളമുണ്ട്, രാഷ്ട്രീയമായ ശക്തി, വോട്ടിൻ്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ നിലമ്പൂരിലെ മാത്രം കണക്ക് പരിശോധിച്ചാൽ പോരാ. ഏറനാട്ടേക്കും വയനാട്ടിലേക്കും കൂടി നമ്മളൊന്ന് പോകണം. ഏറനാട്ടിലാണല്ലോ സ്വന്തം സ്ഥലമുള്ള ഉദായിയുള്ള ഏറനാട്ടെ മണ്ഡലത്തിൽ 2011 PK ബഷീറിനെതിരെ മത്സരിക്കുമ്പോൾ അന്ന് നേടിയ വോട്ട് എന്ന് പറയുന്നത് 47,452 വോട്ടാണ്. ഏറനാട് മണ്ഡലത്തിൽ ആരുടെ പിന്തുണയോടുകൂടി വോട്ട് കിട്ടിയെന്നറിയാമോ? CPMന്റെ സൈലൻ്റായി നിശബ്ദമായ പിന്തുണയോടുകൂടി 47,452 വോട്ടുകൾ നേടി. അന്ന് CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അഷ്റഫ് കാളിയത്ത്. അഷ്റഫ് കാളിയത്തിന് കിട്ടിയ വോട്ട് 2,100-700 വോട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ CPM പൂർണ്ണമായി പിന്തുണച്ചിട്ട് പോലും, ഇനി CPI പിന്തുണച്ചാൽ പോലും പരമാവധി കിട്ടുമായിരുന്നു 50,000 വോട്ടാണ്. പക്ഷേ 55,000 വോട്ടിനപ്പുറത്തേക്കാണ് PK ബഷീർ ജയിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ CPMോ CPI പിന്തുണച്ചാൽ പോലും അൻവറിന് ജയിക്കാൻ കഴിയുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അൻവറിന് ഏറനാട് മണ്ഡലത്തിൽ പൊളിറ്റിക്കലായിട്ട് ഒരു സ്വാധീനവും ഇല്ല എന്നാണ് അർത്ഥം. CPM പിന്തുണച്ചിട്ട് പോലും പരമാവധി 47,000 വോട്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ടടുത്ത വർഷം, അതായത് 2016 ഏറനാട് മണ്ഡലത്തിൽ അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്നുണ്ട്. അബ്ദുൾ റഹ്മാൻ CPMന്റെയും CPIയുടെയും പിന്തുണയോട് കൂടി 56,000 വോട്ടായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആരുടെ വോട്ട്? 47,000 ആയിരുന്ന PV അൻവറിന്റെ വോട്ട് ഇനി CPIയുടെ കൂടെ കൂടി ചേർത്തോളൂ. CPI ആയിക്കോട്ടെ, അവിടെ പൂർണ്ണമായും CPM പിന്തുണച്ചത് ഈ PV അൻവറിനെയാണ്. CPIക്ക് കിട്ടിയത് 2,100 ഉള്ളൂ. ആകെ ഉള്ളത് 49,000 വോട്ടേ PV അൻവറും CPIയും കൂടി ചേർന്ന് 2011 ഏറനാട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതേസമയം 2015 ആകുമ്പോഴേക്കും KT അബ്ദുൾ റഹ്മാൻ മത്സരിക്കുമ്പോൾ അത് 56,155 വർദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറനാട് PV അൻവർ ഉണ്ടാക്കിയേക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നാണ് അർത്ഥം. ദാറ്റ്സ് നമ്പർ 1. ഞാൻ വരാം ആ കണക്കിൽ എന്തെങ്കിലും ലോജിക്ക് സംശയം ഉണ്ടെങ്കിൽ അവസാനം ഞാൻ തീർത്ത് തരാം. രണ്ടാമത്തത്, ഇനി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 നടക്കുമ്പോൾ ഈ PV അൻവർ അവിടെയും സ്വന്തമായിട്ട് മത്സരിച്ചല്ലോ. അന്ന് 3 ലക്ഷത്തിലധികം വോട്ടാണ് ഷാനവാസും നേടുന്നത്. തൊട്ടു പിന്നിൽ അന്ന് സത്യൻ മൊകേരി ഉണ്ടായിരുന്നു. ഏകദേശം സമാനമായ വോട്ട്, വളരെ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 10,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് PV അൻവറിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 10 വോട്ടാണ് കിട്ടിയത്. 37,000 വോട്ട്. എത്ര നിയോജക മണ്ഡലങ്ങളുണ്ടെന്നറിയോ? 7 നിയോജക മണ്ഡലങ്ങളുണ്ട്. എവിടെയാ? ഈ PV അൻവറിൻ്റെ മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ. അതായത് അന്ന് വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് കൃത്യമായി എടുത്ത് പരിശോധിച്ചാൽ 6,000-7,000 വോട്ടാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. PV അൻവർ എന്ന സ്വതന്ത്രം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലോക്സഭയിലേക്കാവട്ടെ നിയമസഭയിലാവട്ടെ PV അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിലമ്പൂരിൽ CPMന്റെ ഔദ്യോഗിക ഇടതു സ്വതന്ത്രനായി വരുന്നതിന് മുൻപ് മത്സരിച്ച 2 തിരഞ്ഞെടുപ്പുകളിലും പരാജയമായിരുന്നു. ഇനി നമുക്ക് നിലമ്പൂരേക്ക് വരാം. അപ്പോൾ ഏറനാട് PV അൻവർ ഒരു ഫാക്ടർ അല്ല. വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന PV അൻവർ ഒരു ഫാക്ടറേ അല്ല. 37,000 വോട്ടാണ്. അവിടെ രശ്മിൽനാഥിന് കിട്ടുന്നത് 80,000 വോട്ടാണ്. BJPക്ക് പോലും അതിന്റെ പകുതി വോട്ട്. അതാണ് ഈ സ്വതന്ത്രനായി നിന്നാലുള്ള ശേഷിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കേൾക്കൂ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നിലമ്പൂരേക്ക് വരും. നിലമ്പൂരിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം കൂടി നമ്മൾ കണക്കിലെടുക്കണം. 2.25 ലക്ഷം വോട്ടർമാർ നിലമ്പൂരുണ്ട്. 1,73,000 വോട്ടർമാരാണ് 2021 വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് PV അൻവർ വളരെ കുറച്ച് വോട്ടുകൾക്ക്, അല്ലേ, 3,200 വോട്ടുകൾക്കോ മറ്റുമാണ് വിജയിച്ച് കയറുന്നത്. VV പ്രകാശിനെ പരാജയപ്പെടുത്തി വരുന്നത്. ആ സമയത്ത് PV അൻവറിന് 81,000 വോട്ട് കിട്ടുന്ന സമയത്ത് 1,73,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2016 അതായത് PV അൻവറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന സമയം 1,62,000 വോട്ടർമാർ, 11,000 വോട്ടർമാരുടെ കുറവാണ്. അവിടെ PV അൻവറിന് കിട്ടിയത് 77,858 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 10,000 വോട്ട് പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്ന 2016-21 കേവലം 4,000 വോട്ടാണ് PV അൻവറിന് കൂടുന്നത്. അതേസമയം VV പ്രകാശിന് 6,000-ഓളം വോട്ടുകൾ കൂടുന്നുണ്ട് എന്നത് കാണാം. അതൊരു കണക്ക്. 2, അവിടുത്തെ അടിസ്ഥാനമായി CPM വോട്ട് എത്രയാണെന്ന് അറിയാമോ? ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രീരാമകൃഷ്ണന് 2006 കിട്ടിയ വോട്ടാണ്. 69,452 വോട്ടാണ് ശ്രീരാമകൃഷ്ണന് CPM കിട്ടുന്നത്. എന്ന് വെച്ചാൽ 70,000 വോട്ടാണ് ശ്രീരാമകൃഷ്ണന് കിട്ടുന്നത്. എപ്പോൾ? 2006 മത്സരിക്കുന്ന സമയത്ത്. 2006
ഇപ്പോൾ പാർട്ടി കേഡർ വോട്ടും പാർട്ടി അനുഭാവികളുടെ വോട്ടും. അതായത് അന്ന് ഇപ്പോൾ വോട്ട് ചെയ്തവരെക്കാൾ 11,000 ആളുകൾ കുറച്ച് വോട്ട് ചെയ്ത സമയത്താണ്. എന്ന് വെച്ചാൽ ശരാശരി 40% വർധനം അവിടെ ഉണ്ടായാൽ ഒരു 4,000 വോട്ട് കൂടി കൂടും എന്ന് പറഞ്ഞാൽ 69,000-ൽ നിന്ന് ഒരു 4,000 കൂടി കൂട്ടിയിൽ ഒരു 73,000 വോട്ട് നിലവിൽ ഇടതുപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. ദാറ്റ്സ് ക്ലിയർ. അത് എപ്പോഴും സംഭവിക്കുന്നത് 2008 ശേഷം സംഭവിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്. 3 പഞ്ചായത്തുകൾ എങ്ങനെയാണ് മാറിപ്പോയത്. 3 പഞ്ചായത്തുകൾ മാറി വണ്ടൂരേക്ക് പോയത്, ഏറനാട്ടേക്ക് പോയത്, അതുണ്ടാക്കിയേക്കുന്ന ഇമ്പാക്റ്റ് ആണ് അതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മറുഭാഗത്ത് കിട്ടുന്ന വോട്ടാവട്ടെ 75,000 76,000 വോട്ടായിരിക്കാം ഒരു പക്ഷേ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ എത്ര വോട്ടാണ് പരമാവധി വ്യത്യാസം ഉണ്ടാക്കുന്നത്? 70,000 വോട്ട് നമ്മൾ കണക്കിലെടുത്താൽ PV Anwar കിട്ടുന്ന 81,000 വോട്ടിലേക്ക് എത്തിയാലും അല്ലെങ്കിൽ 81,000 വോട്ടിലേക്ക് എത്തിയാലും പരമാവധി 7,000 മുതൽ 10,000 വോട്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CPM-ന്റെ അനുകൂല ഇടത് വോട്ടിൽ നിന്ന് കാര്യമായ മാറ്റം ഉണ്ടാക്കുന്നത് 7,000 മുതൽ 10,000 വരെ വോട്ടുകൾ മാത്രമാണ്. അതാണ് ആ 7,000 മുതൽ 10,000 വോട്ടിൻ്റെ ബലത്തിലാണ് PV Anwar നിലമ്പൂർ മണ്ഡലത്തെ ഇപ്പോൾ ഒരു തുറുപ്പുചീട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് എൻ്റെ വിമർശനം എന്ന് പറയുന്നത്. 2 കാര്യങ്ങളിൽ. ഒന്ന്, ഒരു മുന്നണിയുടെ മര്യാദ പാലിക്കുക എന്നുള്ളത് ആ മുന്നണിയിൽ ചേരാൻ വരുന്ന നേതാക്കൾക്കും ആവശ്യമുള്ള കാര്യമാണ്. ശരി, ആദ്യം DMK ആയിട്ട് പോയി. എത്ര അബദ്ധങ്ങളാണ് PV Anwar കാണിച്ചത്. ഒന്ന്, PV Anwar എന്തിനാണ് ഈ മൊത്തം സമരകോലാഹലത്തിന് ഇറങ്ങിയത്? ആദ്യഘട്ടത്തിൽ പിണറായിസം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിണറായി വിജയൻ അനുകൂലമായി ആദ്യഘട്ടത്തിലും സംസാരിക്കുന്ന PV Anwar-നെ നമ്മൾ കാണുന്നത്. അവിടെ ആകെ പ്രശ്നമാരായിരുന്നു സുജിത് ദാസും MR അജിത് കുമാറുമായിരുന്നു. സുജിത് ദാസും MR അജിത് കുമാറും എങ്ങനെയാണ് പ്രശ്നമാവുന്നത്? സംഖ്യവൽക്കരണവും ക്രിമിനൽ വൽക്കരണവുമായിരുന്നു പോലീസിലെ വിഷയമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് PV Anwar വരുന്നത്. അന്ന് PV Anwar-നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നതേ. കാരണം എന്താ? ഇപ്പോൾ ഈ CPM-ലെ പലരും പറയാൻ മടിച്ച കാര്യം ആർജവത്തോടുകൂടി ഇടതുമുന്നണിയിലെ ഒരു സ്വതന്ത്രനായ MLA പറയുന്നു. അത് ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല കേട്ടോ. കാര്യം ഇടതുമുന്നണിയുടെ പരീക്ഷണശാലകളിൽ മലബാറിൽ ഉപയോഗിച്ചിരുന്ന ഒരു സമവാക്യം എന്ന് പറയുന്നത് സമ്പന്നരായ സ്വതന്ത്രരായിട്ടുള്ള മുസ്ലിം കാൻഡിഡേറ്റിനെ, ഇൻഡിപെൻഡൻ്റായ കാൻഡിഡേറ്റിനെ നിർത്തി പരീക്ഷിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അത് മഞ്ഞളാംകുഴി അലിയിൽ നിന്ന് KT ജലീലിലൂടെ അബ്ദുൾ റഹ്മാനിലൂടെ വരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി PV Anwar പ്രതികരിച്ചു തുടങ്ങുകയാണ്. അത് CPM-ന് ആദ്യഘട്ടത്തിൽ അങ്കലാപ്പല്ല ഉണ്ടാക്കിയത്. CPM-ലെ സൈബർ ഗ്രൂപ്പുകൾ പോലും PV Anwar-നെ ഏറ്റെടുത്തു. എന്തിനേറെ ലോക്കൽ കമ്മിറ്റിയടക്കം PV Anwar ഉയർത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. അവിടെ വരെ PV Anwar കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ PV Anwar എങ്ങോട്ടാ പോയത്? അതുവരെ തനിക്ക് പിതൃതുല്യൽ നിന്ന് കണക്കാക്കിയിരിക്കുന്ന ഒരാൾ ഈ പോലീസിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട്, ഒരു തെളിവുമില്ലാതെ ഉയർത്തിയ ആരോപണങ്ങൾ കൊണ്ട് ഈ പിണറായി വിജയനെതിരെ തിരിഞ്ഞതാണ് ആദ്യത്തെ പരമാബദ്ധം. എന്താ വിചാരിച്ചത് PV Anwar? പിണറായി വിജയനെതിരെ താൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ CPM-ലെ കേഡർ വിഭാഗത്തിൽ ഒരു വിഭാഗം ഇറങ്ങി വരുമെന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ബൈറ്റിൽ, നമ്മുടെ ലൈബ്രറി കിടപ്പുണ്ട്. ഈ മലയോര മേഖലയിലെ മുഴുവൻ 30-34 വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ വോട്ടർമാരും തനിക്ക് അനുകൂലമായിട്ട് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത്. ചേലക്കര മണ്ഡലത്തിൽ 3,200 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. ഒരു നിമിഷം കേൾക്കൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെയും P ശശിക്കെതിരെയും പാർട്ടിക്കെതിരെയും കുന്തമുന തിരിക്കാൻ തുടങ്ങിയതോടുകൂടി അത് കാണിച്ച പരമാബദ്ധം നമ്പർ 1. അതോടുകൂടി ഞാൻ പറയാം അദ്ദേഹം അവിടെ ശ്രമിച്ചത് എന്താ? അദ്ദേഹം ശ്രമിച്ചത് ഒറ്റ കാര്യമാണ് അദ്ദേഹം ശ്രമിച്ചുള്ളൂ. പിണറായി വിജയനെ നിർത്തിക്കൊണ്ട് തനിക്ക് മലപ്പുറത്ത്, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ, അത് KT ജലീലിന് താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ ക്വാറികളാണെങ്കിലും ശരി, മണൽ കടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും ശരി, അവിടെ ഒരു MLA എന്ന നിലയിൽ തനിക്ക് സേ ഉണ്ടാവണം. ഇതായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ്. അതിൽ സുജിത് ദാസിനെതിരെയും ഒപ്പം MR അജിത് കുമാറിനെതിരെയും ഉയർന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പിണറായി വിജയനെതിരെ യുദ്ധത്തിനിറങ്ങുക. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു തീർത്തിട്ട് പക്ഷേ എന്നാൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞതോടുകൂടി CPM-ൽ ഇതൊരു പട തനിക്ക് അനുകൂലമായിട്ട് വരുമെന്നും നിലമ്പൂരിൽ ഒഴുകിയെത്തിയ ആളുകളെല്ലാം CPM-ന്റെ ആൾക്കാരാണെന്നും തെറ്റിദ്ധരിച്ചു. ഒരു കേഡറിനെ പോലും കൂട്ടാൻ പറ്റിയിട്ടില്ല PV Anwar-ന്. CPM-ന്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന്, ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒരു കേഡർ അംഗം ഇറങ്ങിപ്പോയില്ല PV Anwar-നോടൊപ്പം. അതിൻ്റെ കാരണം എന്താ? തിരിഞ്ഞ് അദ്ദേഹം പോയത് തമിഴ്നാട്ടിലോട്ടാണ്. DMK കൂട്ടാൻ വേണ്ടി പോയി. DMK എന്താ ചേർക്കാഞ്ഞത്? എന്താ DMK ഒപ്പം കൂട്ടാൻ? പിണറായി വിജയൻ പറഞ്ഞ DMK കേൾക്കാനുണ്ടല്ല. ഈ മനുഷ്യന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയിൽ സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നിടത്തോളം
പോലും DMK PV Anwar അംഗീകരിക്കില്ല. കാര്യം എന്താ? നിങ്ങൾക്ക് നിലമ്പൂര് പോയി ചോദിച്ചാൽ മതി. അത് മാത്രമല്ല, അതാണ് രാഷ്ട്രീയ അബദ്ധം. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. എങ്ങനെ? DMK കൂട്ടാതെ വരുന്ന സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയപ്പോഴോ അതുവഴി എന്താ ലക്ഷ്യമിട്ടത്? UDFിലേക്കുള്ള എൻട്രിയാ. പക്ഷേ ആ സമയത്താണ് ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി രാഹുൽ ഗാന്ധിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പരമാബദ്ധം 3. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ നിലപാടുകളെല്ലാം വിഴുങ്ങിയിട്ട് ഒടുവിൽ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തുപോയി MLA സ്ഥാനം രാജിവെച്ചു. MLA സ്ഥാനം രാജിവെച്ചപ്പോൾ ഇപ്പോൾ ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? തൻ്റെ നിരന്തര രാഷ്ട്രീയ പ്രതിയോഗിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ കയ്യിലേക്ക് ആ സീറ്റ് കൊണ്ട് കൊടുത്തേക്കുക. അടുത്ത പരമാബദ്ധം. അടുത്ത പരമാബദ്ധം. എന്നിട്ട് അവിടെ അദ്ദേഹം എന്താ കണക്കാക്കിയത്? UDFിന്റെ ഭാഗമായി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി തനിക്ക് 2026 ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ളൊരു രാഷ്ട്രീയ വ്യാമോഹം. അതും പരമാബദ്ധമായി. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ആര്യാടൻ ഷൗക്കത്ത് ആ മണ്ഡലത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലം വിട്ടുകൊടുക്കോ? ആര്യാടൻ മുഹമ്മദിനെ ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ഇനിയിപ്പോ എന്താ ആവശ്യം? അപ്പൊ ഉറപ്പുള്ള ഒരു സീറ്റ് കൂടെ കിട്ടണം. ഇപ്പൊ എന്താ തർക്കം? UDFിൽ എടുക്കാത്തതല്ല, 2 സീറ്റാണ് തർക്കം. 2 സീറ്റാണ് തർക്കം. നിലമ്പൂരിന് പുറമെ മറ്റൊരു സീറ്റ് കൂടി വേണം. ജയിച്ച ആ സീറ്റ് കിട്ടൂല. പകരം തിരുവമ്പാടി കിട്ടുവോ? കിട്ടിയാ മത്സരിക്കാം. ഇതാണ് ഇപ്പോൾ ചോദ്യം. PK ബഷീർ ഏറനാട് കൊടുക്കൂല. തിരുവമ്പാടി, വണ്ടൂര് AP അനിൽകുമാർ കൊടുക്കാൻ പറ്റൂല. പിന്നുള്ളത് ഏതാ? തിരുവമ്പാടി. ആ തിരുവമ്പാടി കണ്ണുവെച്ചുകൊണ്ടുള്ള നോട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വഴങ്ങണോ വഴങ്ങണ്ടയോ എന്നത് ലീഗാണ് തീരുമാനിക്കേണ്ടത്. അത് PV Anwar വഴങ്ങണോ വഴങ്ങണ്ടോ എന്ന് UDF തീരുമാനിക്കും. പക്ഷേ നിലവിൽ VD സതീശൻ എടുത്ത നിലപാടാണ് ഏറ്റവും യുക്തമായ മറുപടി. ആ യുക്തമായ നിലപാട് അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്തസ്, UDF എന്ന മുന്നണിയുടെ അഭിമാനം, ആത്മാഭിമാനം അത് നിലനിർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ്. PV Anwar പറയാം UDFിന് വേണോ വേണ്ടോ എന്നുള്ളത്. ശരി, ഒരു മിനിറ്റ്. സാർ പറഞ്ഞ കാര്യം അതേ സംവിധാനം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു കാര്യം പറയട്ടെ. PV Anwar എങ്ങനെയാണ് CPM നിന്ന് പോകുന്നത്? CPM നിന്ന് പോകുന്നത് ഈ പറഞ്ഞ ഒരു കാര്യത്തിലുമല്ല. CPMൽ അദ്ദേഹം പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ആദ്യം അദ്ദേഹം മറുനാടൻ മലയാളിക്കെതിരെ സമരം തുടങ്ങി. ആ കടന്നൽ രാജ എന്ന് പറഞ്ഞാൽ ആ പേര് വരുന്നത് എങ്ങനെയാണ്? മറുനാടൻ മലയാളിക്കെതിരെ സൈബർ ആക്രമണം, അതായത് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് ആ PV Anwar ഇറങ്ങുന്നതോട് കൂടിയിട്ടാണ് അത് തുടങ്ങി. അവിടുന്ന് മുന്നോട്ട് പോയി ഈ പറയുന്ന മറുനാടൻ മലയാളിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോയി ആ വാർത്ത ചോർത്തി കൊടുത്തു എന്നാണ് PV Anwar പറയുന്നത്. അങ്ങനെ തെളിയില്ലാതെ പറയുന്നല്ലോ. അദ്ദേഹത്തിന് കാര്യം പറയട്ടെ. നിങ്ങൾ പറയുന്ന നെഗറ്റീവ് മാത്രം നടക്കുന്നു പറയാൻ പറ്റല്ലോ. അതോട് കൂടിയിട്ട് അവർ ആ സംവിധാനം തെറ്റി. അത് ആർക്കെതിരെ? അത് ചോർത്തി കൊടുത്ത് അതെ, 3 പേര് മാത്രം അറിഞ്ഞ കാര്യം എങ്ങനെയാണെന്ന് അത് P. ശശി എന്ന് പറയുന്നു. ആ P. ശശി ഈ പറഞ്ഞ എന്താണ് SP-മാരെ വെച്ച് പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട PV Anwar പോയത്. അത് ആരാണ്? CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഒരു മനുഷ്യൻ പോലും പറയാൻ കാണിക്കാത്ത തൻ്റെ PV Anwar ചെയ്യുന്നു. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇത്രയും വലിയൊരു കേഡർ പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ട് പുറത്തു പോകേണ്ടി വരുമെന്ന്? അദ്ദേഹം പുറത്തു പോയിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം എന്താണ് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ കൂടെ കൂടി കോൺഗ്രസ് അദ്ദേഹത്തെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാമെന്ന് മുഴുവൻ പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്താണ് അദ്ദേഹം DMK, ഒരു മിനിറ്റ് സാറേ കഴിഞ്ഞോട്ടെ, അദ്ദേഹം DMK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയി. DMKയിൽ CPMൻ്റെ ഇടപെടൽ വന്നു. കാരണം എന്താ? 2 MP അവത്തായിക്കോട്ടെ. അത് കഴിഞ്ഞ് ഇപ്പൊ അദ്ദേഹം എന്താണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൽ എത്തിയല്ലോ. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ അതാണല്ലോ. ആ പറയുന്നത് നാഷണൽ പാർട്ടിയാണല്ലോ. ഇപ്പൊ എന്താ ആവശ്യം? ഇപ്പൊ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഒറ്റ വാക്ക് കോൺഗ്രസിൽ പറഞ്ഞാൽ പോരെ. ഈ PV Anwarന് ആവശ്യമില്ല. PV Anwar ഞങ്ങൾക്ക് ഒരു സംഭവമല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് നിന്ന് മത്സരിക്കാൻ പോകും. ആ തൻ്റെ ഒരു കോൺഗ്രസ് നേതാവ് കാണിക്കുന്നില്ലല്ലോ, VD സദസ്യം കാണിക്കുന്നില്ലല്ലോ, ലീഗ് കാണിക്കുന്നില്ലല്ലോ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ അറിയോ? സാറ് പറഞ്ഞില്ല 7000 തുടങ്ങി 10000 വരെ വോട്ടാണ് പിന്നെ Anwarന്റെ കയ്യിലുള്ളതെന്ന്. അതാണ് Anwarന്റെ തുറുപ്പ് കിട്ടുന്നത്. ആ 10000 വോട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് സ്വന്തം മണ്ഡലത്തിൽ വോട്ടുള്ള അബ്ദുൽ വഹാബ് MPയുടെ വീട്ടിൽ ലീഗ് മീറ്റിംഗ് നടത്തുന്നത്, PV Anwarനെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിനും? ആ 10000 വോട്ടാണ്. അരുൺ സാർ പറഞ്ഞ കറക്റ്റാണ്. 70000 വോട്ടാണ് അവിടെ കേഡർ വോട്ടായിട്ട് പറയാം. 70000 വോട്ടാണ് ശ്രീരാമകൃഷ്ണന്റെ വോട്ടായി നമ്മൾ കണക്കാക്കുന്നത്. ബേസ് വോട്ടായിട്ട് 2006 വോട്ടായിട്ട് കണക്കാക്കുന്നതെങ്കിൽ 77,000 വോട്ടാണ് 2014 കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക്? PV Anwar കിട്ടുന്നത് 70,000 77,000 തമ്മിൽ 7,800. ഞാനൊരു കാര്യം പറയാം. 70,000 വോട്ട് LDFന്റെ ഉണ്ട്, കൂട്ടിക്കോളൂ സാറ്. 70,000 വോട്ട് പിന്നെ കോൺഗ്രസിൻ്റെയും കൂട്ടിക്കോളൂ. ബാക്കി 7,000 വോട്ട് PV Anwar പോയാലുണ്ടല്ലോ ഇവിടെ തുർപ്പി അല്ല ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ് തുലാസിലാവും. ആ 7,000 വോട്ടാണ് അൻവറിന്റെ കൂടി PV Anwarന്റെ ഉത്തരം വരും. അതായത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെതിരെ നിങ്ങൾ പോരാടുന്നത്? ആർക്കെതിരെ പോരാടേണ്ടത്? പിണറായിസത്തിന്റെ പോരാടാം. ഒറ്റയ്ക്ക് പോരാടാൻ പറ്റില്ലേ? ഒറ്റയ്ക്ക് സമരം നടത്താൻ പാടില്ലേ? ആശാ സമരത്തിന് പോയിട്ട് കോൺഗ്രസ് UDF പോയിട്ട് സമരം നടത്തിയത്. അൻവർ ഒറ്റ
ഒറ്റയ്ക്കാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ആന്റോ ഈ പറഞ്ഞ അജിത് കുമാറിനെതിരെ സമരം നടത്തിയത് അൻവർ ഒറ്റയ്ക്കാണ്. ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിനെതിരെ സമരം നടത്തിയത് അൻവർ ഒറ്റയ്ക്കാണ്. ഈ പറഞ്ഞ എന്താണ് പിണറായി വിജയനെതിരെയും ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്കെതിരെയൊക്കെ സമരം നടത്തിയ പിൻവർ ഒറ്റയ്ക്ക്. അവിടെ UDF ഒന്നും ഇല്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. സമയം അവസാനിച്ചു. നമ്മൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിലവിൽ അവിടെ LDF സ്ഥാനാർത്ഥി ഈ PV അൻവർ മത്സരിക്കുകയും LDF സ്ഥാനാർത്ഥി അതുമൂലം വിജയിക്കുകയും ചെയ്താൽ PV അൻവർ ജയിക്കുമോ തോക്കൂ? PV അൻവർ ജയിക്കും. കാരണം എന്താ അറിയോ, ഇതിനേക്കാൾ പിണറായി വിജയനാണെന്ന് അൻവർ ഞാനിത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? PV അൻവർ ഈ ആര് ജയിച്ചാലും, ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിലും ഇനി മറുഭാഗത്ത് LDF സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നതെങ്കിലും അവിടെ തോൽവി ഒരൊറ്റ ആൾക്ക് മാത്രമായിരിക്കും, അത് PV അൻവർ ആയിരിക്കും. പക്ഷേ ഞാൻ ആൻഡ്രസർ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. എന്തായാലും VD സതീശൻ അൻവറിനോട് ചെയ്ത ചതിയൊന്നും പിണറായി വിജയൻ അൻവറിനോട് ചെയ്തിട്ടില്ല. ഈ ചതി എന്നൊക്കെ ഉള്ള വാക്കുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു മാപ്പ് പറഞ്ഞത് ആയിക്കോട്ടെ, അതിന് മര്യാദ കാണിച്ചു. അദ്ദേഹം ആ മര്യാദ കാണിച്ചു. ആ മര്യാദ നിയമസഭയിൽ നിന്ന് ഒരു രേഖയുമില്ലാതെ വിളിച്ച് ഒരു പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചതിന് സ്ഥിരത എന്നുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ സ്ഥിരത, രാഷ്ട്രീയ നിലപാട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. പിണറായി വിജയനേക്കാൾ ഭേദപ്പെട്ടയാളാണ് അത്ര നരേന്ദ്രമോദി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഈ PV അൻവർ പറഞ്ഞത് നിങ്ങൾ ഓരോ സംവിധാനം ഉണ്ടാക്കുകയാണ്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഇത്രയധികം ഇല്ല, ഇത് രാഷ്ട്രീയ ക്ഷമ എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും. ഈ പേഷ്യൻസ് എന്നുള്ളത് ആർട്ട് ഓഫ് പൊളിറ്റിക്സ്. ആ ക്ഷമ എന്നുള്ളത് ഇല്ലെങ്കിൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതി. നിങ്ങളിപ്പം PV അൻവറിന് ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ കൂടെ നിന്ന് നോക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ VD സതീശൻ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് വിശ്വാസമില്ല. അതുകൊണ്ട് ലീഗിന്റെ പറഞ്ഞാൽ ഞാൻ കേൾക്കാം എന്ന് പറയുന്ന കാരണം അതാണ്. Meet the editors.